ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായിരിക്കുന്ന നാമത്തിന് മഹത്വമുണ്ടാകുവാൻ ഇടയാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഴം ശക്തമായി ഇടപെടുന്ന വചനത്തിൻ്റെ ദൂത് ഹൃദയത്തിന് വിടുതലായി ജീവിതത്തിൻ്റെ ചൈതന്യമായി മാറത്തക്ക നിലയിൽ സ്വർഗം അതിശക്തമായി ഇടപെടുന്ന ഒരു ദിവസമാകട്ടെ. വചനം കേൾക്കുന്ന ദൈവമക്കൾക്കായിട്ട് കർത്താവിനെ സ്തുതിക്കുകയും യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. യെശയ്യാവിൻ്റെ പുസ്തകം 41 അധ്യായം 15 വാക്യം. ഇതാ ഞാൻ നിന്നെ പുതിയതും മൂർച്ചയുള്ളതും പല്ലേറിയതുമായ മെതുവണ്ടിയാക്കി തീർക്കുന്നു. നീ പർവ്വതങ്ങളെ മെതിച്ചു പൊട്ടിക്കുകയും കുന്നുകളെ പതിർ പോലെ ആക്കുകയും ചെയ്യും. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൂത്. ദൈവം കൽപ്പിക്കുന്ന, ദൈവം അരുളി ചെയ്യുന്ന അനുഭവം. വചനം പറയുന്നു, ഇതാ ഞാൻ നിന്നെ പുതിയതും മൂർച്ചയുള്ളതും പല്ലേറിയതുമായ മെതുവണ്ടിയാക്കി തീർക്കും. ദൈവം എന്താക്കി തീർക്കും എന്ന് കർത്താവിൻ്റെ ഹൃദയത്തിനകത്തും ദൈവത്തിൻ്റെ മനസ്സിലുള്ളത് ദൈവം വ്യക്തമാക്കുന്ന കർത്താവാണ്. ഇന്ന് വചനം കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, പരിശുദ്ധാത്മാവ് അതിനകത്തുനിന്ന് ആഴമായി വെളിപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ ശബ്ദം, ഞാൻ എന്തായി തീരണമെന്ന് ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്. ഞാൻ എന്തായി മാറണമെന്ന് കർത്താവ് നിർണയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ദൈവം ആക്കി തീർക്കും. ദൈവം ചെയ്തെടുക്കും. ദൈവം പണിതെടുക്കും. നല്ല കുശവൻ്റെ കരം ഈ ദിവസങ്ങളിൽ അവസ്ഥകളിൽ തൊടുന്നുണ്ട്. സാഹചര്യങ്ങളിൽ ദൈവിക ഇടപെടൽ നടക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ പൈതലേ, കഷ്ടതയുടെ അനുഭവത്തിൽ കൂടിയായിരിക്കാം കടന്നു പോകുന്നത്. എന്നാൽ അതിനകത്ത് വഴിവെട്ടുന്നൊരു ദൈവപ്രവൃത്തി ദൈവാത്മ ശക്തമായി ദൂത് വെളിപ്പെടുത്തുക. ഞാൻ എന്തായും മാറണം. തലമുറയെക്കുറിച്ച് ഭാരപ്പെടും ദൈവത്തിൻ്റെ പൈതലേ, പരിശുദ്ധാത്മ അതിശക്തമായി ദൂത് പറയുന്നു. എന്താകി മാറും, എന്താക്കണമെന്ന് ദൈവം കരുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ സ്വർഗം ചെയ്തെടുക്കാൻ പോവുക. ദൂത് വിശ്വസിക്കട്ടെ. ആഴമായ ഹൃദയതലങ്ങളിൽ പരിശുദ്ധാത്മാവ് ഈ ദൈവശബ്ദം പകരുക. വചനം പറയുന്നു, ഇതാ ഞാൻ നിന്നെ പുതിയത്. ദൈവത്തിൻ്റെ അതിശക്തമായ ഇടപെടൽ ആ വാക്യത്തിനകത്തുനിന്ന് വ്യക്തമാക്കുന്നത് ഇതാ എന്നൊരു വാക്ക്, ഒരു പദം ഏറ്റവും ജീവിതത്തിൻ്റെ തലങ്ങളിൽ ഏറ്റവും അടുത്തു വരുന്ന ഒരു വാഗ്ദത്ത സമയമാണെന്ന് പരിശുദ്ധാത്മാവ് ആഴമായി ഈ ദിവസങ്ങളിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഇന്നും പ്രാർത്ഥനയിൽ ദൈവം ഇടപെട്ട ശബ്ദം ഇതാ എന്ന് പറയത്തക്ക നിലയിൽ വാഗ്ദത്തത്തെ കാണിച്ചു കൊടുക്കാൻ പോവാം. സംശയിക്കുന്ന, നിന്ദിക്കുന്ന, എവിടെ നിൻ്റെ ദൈവമെന്ന് ചോദിക്കുക, പ്രാർത്ഥിക്കുന്ന, ആരാധിക്കുന്ന, ദൈവം ഇതിനെ വിമർശിക്കുന്നോ വിധിക്കുന്നവരുടെ മുമ്പിൽ ദൈവം അരുളി ചെയ്യുന്ന വാഗ്ദാനത്തിൻ്റെ ദൂതിത. ഇതാ എൻ്റെ വാഗ്ദാനം. ഇതാ ദൈവം എനിക്കായിട്ട് കരുതിയത്. ഇതാ എൻ്റെ ജോലിയുടെ മേഖല. ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുന്ന നിലയിൽ ദൈവത്തിൻ്റെ അതിശക്തമായ ദൂത് പരിശുദ്ധാത്മ പകരുന്നു. ഇതാ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ പൈതലേ, ഒരു സാക്ഷ്യത്തിൻ്റെ സമയത്തിലേക്ക് കാര്യങ്ങളെ പരിശുദ്ധാത്മ തിരിക്കാൻ പോവുക. സ്വർഗം അതിശക്തമായി ഇന്ന് വചനം കേൾക്കുന്നവരോട് ദൂത് ഇടപെടുകയാ. ഇതാ എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിക്കുന്ന മഹത്തായ ദൈവത്തിൻ്റെ പ്രവൃത്തിയെ സാക്ഷ്യപ്പെടുത്താൻ പോവുക. പലരോട് പറയത്തക്ക നിലയിൽ ഇതാ എന്ന് ജീവിതത്തിൻ്റെ തലങ്ങളിൽ ദൈവിക വാഗ്ദത്തങ്ങൾ അത്രയും അടുത്ത്, അത്രയും നിവൃത്തിയുടെ തലങ്ങളിലേക്ക് സ്വർഗം കൊണ്ടുവരികയാ. അന്ന പ്രാർത്ഥിച്ച് പ്രാപിച്ചെടുത്ത വാഗ്ദത്തവുമായി ആലയത്തിൻ്റെ അകത്തളങ്ങളിൽ ചെന്ന് പറഞ്ഞു, ഇതാ ഞാൻ ഈ ബാലനായിട്ടാ ഞാൻ പ്രാർത്ഥിച്ചത്. ഹന്നയ്ക്കും പറയാൻ പറ്റും, ഇത് ചൂണ്ടിക്കാണിക്കുക. ഈ വിഷയത്തിന് ഈ ബാലനായിട്ടാണ് ഞാൻ
പ്രാർത്ഥിച്ചത്. ദൈവത്തിൻ്റെ വൈതിലെ ഇതുപോലെ ഒരു സാക്ഷ്യം ഉയരുന്ന സമയമാ, ഒരു സാക്ഷ്യം വെളിപ്പെടുത്തുന്ന സമയമാ. ആഴമായി വചനം വിശ്വസിക്കട്ടെ, ആഴമായി വചനം ഏറ്റെടുക്കട്ടെ. ഇന്ന് ജീവിതത്തിലില്ല, ഇന്ന് കുടുംബത്തിലില്ല, ഇന്ന് സമീപത്തില്ല, ഇന്ന് ചുറ്റുപാടില്ല, എന്നാ ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ ശബ്ദം ഇതാ എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിക്കത്തക്ക നിലയിൽ ഏറ്റവും സമീപത്തിലേക്ക് വാഗ്ദത്തങ്ങളെ ദൈവം എത്തിക്കാൻ പോവാ. വാഗ്ദത്ത വാതിലുകളെ ദൈവം തുറക്കാൻ പോവാ. വാഗ്ദത്തങ്ങളുടെ വഴികൾ ദൈവം തുറക്കാൻ പോവാ. ആ നിലവാരത്തിലാ ദൈവത്തിൻ്റെ മഹത്വം. നിന്നിച്ചയുടെ മധ്യേ അന്ന തൻ്റെ ബാലനുമായി കടന്നു ചെന്നതുപോലെ ദൈവത്തിൻ്റെ പൈതലേ, ഇന്ന് പരിശുദ്ധാത്മ പറയുന്നു, നിന്ദിക്കുന്നവരുടെ നടുവിൽ ചില വാഗ്ദത്തമായി അവരുടെ നടുവിലൂടെ കർത്താവ് നടത്തും. അവരുടെ മുമ്പിലൂടെ ദൈവം നടത്തും. ഇതാ എൻ്റെ ദൈവത്തിൻ്റെ ശക്തി, ഇതാ എൻ്റെ ദൈവത്തിൻ്റെ മഹത്വം, ഇതാ എൻ്റെ ദൈവത്തിൻ്റെ പ്രവൃത്തി. അങ്ങനെ അപ്രകാരമുള്ള ദൈവത്തിൻ്റെ സർവശക്തൻ്റെ ഇടപെടൽ ഈ ദിവസങ്ങളിൽ കുടുംബത്തിൻ്റെ അകത്തളങ്ങളിൽ ശക്തിയോടെ സ്വർഗം വെളിപ്പെടുത്തുമെന്ന് പരിശുദ്ധാത്മാവ് അതിശക്തമായി ദൂത് വെളിപ്പെടുത്തുക. ഇതാ എന്ന് പറയത്തക്ക നിലയിൽ ഏറ്റവും വാഗ്ദത്തം സമീപത്ത് കൊണ്ട് നിർത്തി മാനിക്കുന്ന ദൈവപ്രവൃത്തിയുടെ സമയമായിരിക്കുന്നു. വചനമാഴത്തിൽ വിശ്വസിക്കട്ടെ, ദൂതാഴത്തിൽ വിശ്വസിക്കട്ടെ. സംഭവിക്കാൻ പോകുന്നു, കർത്താവ് ചെയ്യാൻ പോകുന്നു. പ്രാർത്ഥിക്കട്ടെ. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്ന് കേൾപ്പിച്ച അങ്ങയുടെ ശബ്ദത്തിനായി സ്തോത്രം, ദൂതിനായി സ്തോത്രം, ആലോചനയ്ക്കായി സ്തോത്രം. വചനം കേൾക്കുന്ന ദൈവമക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവിക വിടുതൽ നടക്കട്ടെ. വാഗ്ദത്തങ്ങളെ ചൊല്ലിയുള്ള ആകുലതകൾ, നിരാശകൾ, ഭാരങ്ങൾ ഇപ്പോൾ ഹൃദയതലങ്ങളിൽ നിന്ന് വിട്ടുമാറുവാൻ പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഇറങ്ങട്ടെ, ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങട്ടെ, ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങട്ടെ. അത്ഭുത സൗഖ്യം ഇപ്പോൾ ശരീരതലങ്ങളിൽ വെളിപ്പെട്ടു വരുവാൻ പ്രാർത്ഥിക്കുന്നു. ദൈവിക സമാധാനം വെളിപ്പെടട്ടെ, ദൈവിക സ്വസ്ഥത വെളിപ്പെടട്ടെ. കർത്താവ് കൽപ്പിക്കുന്നതിനായി, ദൈവം തൊടുന്നതിനായി, അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.